നമസ്കാരം. കഥ കേൾക്കാൻ റെഡിയായോ എല്ലാവരും? ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഒരു കുട്ടിയുടെ കഥയാണ്. ദൂരെ 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 ഒരു ഗ്രാമത്തിൽ പണ്ടൊരു കുട്ടി താമസിച്ചിരുന്നു. അവൻ്റെ അച്ഛൻ്റെ അമ്മയുടെയും കൂടെ ഒരു ചെറിയ വീട്ടിൽ അവൻ താമസിച്ചിരുന്നു. അവനെ എല്ലാവരും ഉണ്ണിക്കുട്ടാന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ അവൻ്റെ വീട്ടിലെ അച്ഛൻ ഉപയോഗിച്ചിരുന്ന ഒരു ചെറിയ കത്തിയുണ്ട്, ഒരു പേനാക്കത്തി. ആ പേനാക്കത്തി ചീത്തയായെന്ന് പറഞ്ഞാൽ മൂർച്ചയൊക്കെ പോയപ്പോൾ അവനത് എടുത്തു. എപ്പോഴും അവനത് പോക്കറ്റിട്ടുണ്ട് നടക്കും. ഈ പേനാക്കത്തി എന്ന് പറഞ്ഞാൽ അറിയോ, അതൊരു നമ്മുടെ പേനയുടെ അത്രയും വലിപ്പമുള്ള മടക്കി പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ പറ്റുന്ന ചെറിയൊരു കത്തിക്കാണ് പേനാക്കത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ പേനാക്കത്തി എപ്പോഴും പോക്കറ്റിട്ടുണ്ട് നടക്കും അവനിങ്ങനെ കറങ്ങിയൊക്കെ നടക്കുമ്പോൾ വല്ല കമ്പ് മുറിക്കാനോ മണ്ണ് കുഴിക്കാനോ ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പേനാക്കത്തി എപ്പോഴും പോക്കറ്റിൽ കൊണ്ടു നടക്കുന്നത്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ഓർത്തോണം. അവൻ്റെ പേര് ഉണ്ണിക്കുട്ടൻ, അവനൊരു പേനാക്കത്തിയുണ്ട്. പണ്ടൊന്നും വീടുകളിൽ അങ്ങനെ ഈ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പലഹാരങ്ങളൊന്നും ഉണ്ടാക്കാറില്ല. രാവിലെ തലേന്നത്തെ കഞ്ഞി ഉണ്ടെങ്കിൽ എല്ലാവരും പഴങ്കഞ്ഞി കുടിക്കും. അതല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഒരു 10-11 ആകുമ്പോഴത്തേക്ക് ചോറ് വെക്കും. അങ്ങനെയൊക്കെ ഉള്ളൂ. അപ്പം നേരത്തെ ചോറുണ്ണും. അല്ലാതെ എല്ലാ ദിവസവും ദോശ ഇഡ്ഡലി ഒന്നും ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും പണ്ട് ഇല്ലായിരുന്നു. ഉണ്ണിക്കുട്ടൻ്റെ വീട്ടിലും അങ്ങനെ ഉണ്ടാക്കാറില്ല. അപ്പോൾ ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ്റെ അമ്മ പാലപ്പം ഉണ്ടാക്കി. അങ്ങനെ പതിവില്ലാത്തതാണ്. പക്ഷേ ഒരു ദിവസം അമ്മ പാലപ്പം ഉണ്ടാക്കി. നല്ല സോഫ്റ്റായ, നല്ല വശങ്ങളൊക്കെ നല്ല ഫ്രില്ല് പോലെയുള്ള വെളുത്ത പാലപ്പം. ഉണ്ണിക്കുട്ടൻ്റെ പാലപ്പം കണ്ടപ്പോഴേ ഇഷ്ടപ്പെട്ടു. നല്ല മണവും ഉണ്ടായിരുന്നു പാലപ്പത്തിന്. അപ്പോൾ ഉണ്ണിക്കുട്ടൻ കുറേ പാലപ്പം തിന്നു. കുറേ പാലപ്പം തിന്നു കഴിഞ്ഞിട്ടും കൊതി മാറിയില്ല. വയറ് നിറഞ്ഞു, പക്ഷേ കൊതി മാറിയില്ല. അപ്പോൾ അവൻ അമ്മയോട് പറഞ്ഞു, അമ്മേ നാളെ പാലപ്പം ഉണ്ടാക്കുമോ? അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല നാളെ പാലപ്പമൊന്നുമില്ല, നാളെ നീ കഞ്ഞി കുടിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണിക്കുട്ടൻ്റെ സങ്കടമായി. എല്ലാ ദിവസവും പാലപ്പം തിന്നാൻ എന്താ ഒരു വഴി എന്ന് അവൻ വിചാരിച്ചു. ഉച്ചയൊക്കെ കഴിഞ്ഞ് എല്ലാവരും റെസ്റ്റൊക്കെ എടുക്കുന്ന സമയമായപ്പം ഉണ്ണിക്കുട്ടൻ അടുക്കളയിൽ ചെന്ന് നോക്കിയപ്പം ഒരു പാലപ്പം ബാക്കി ഇരിപ്പുണ്ട്. ഒരേ ഒരു പാലപ്പം ഇനി ബാക്കിയുള്ളൂ. അവൻ ആ പാലപ്പം എടുത്ത് നിങ്ങൾക്ക് തിന്ന് കളയാമെന്ന് വിചാരിച്ച് അങ്ങനെ നടന്ന് വീടിൻ്റെ പുറയിൽ ഒരു തൊഴുത്തുണ്ട്. അവരുടെ വീട്ടിൽ പശുവുണ്ട്. പശുവിനെ കെട്ടുന്ന തൊഴുത്തുണ്ട്. ആ തൊഴുത്തിനടുത്ത് ചെന്നിരുന്നു. അവിടെ ഇരുന്ന് പാലപ്പം തിന്നാന്നാണ് വിചാരിച്ചത്. അപ്പോൾ അവൻ വിചാരിച്ചു, ഈ ചക്കക്കുരു കുഴിച്ചിട്ടാൽ പ്ലാവുണ്ടാവും, അപ്പോൾ കുറേ ചക്ക കിട്ടും. മാങ്ങാണ്ടി കുഴിച്ചിട്ടാൽ മാവുണ്ടായിട്ട് കുറേ മാങ്ങ കിട്ടും. അപ്പോൾ അതുപോലെ ഈ പാലപ്പം കുഴിച്ചിട്ടാൽ പാലപ്പം മരം ഉണ്ടായാലോ. അവൻ എന്തേന്നറിയോ, ഒരു കുഴി ഉണ്ടാക്കിയിട്ട് ആ കുഴിയിൽ പാലപ്പം കുഴിച്ചിട്ടിട്ട് പോക്കറ്റിൽ നിന്ന് പേനാക്കത്തി എടുത്തിട്ട് ആ കുഴിയിലോട്ട് നോക്കി പറഞ്ഞു, നാളെ രാവിലെ നീ മുളച്ച് വന്നില്ലെങ്കിലുണ്ടല്ലോ നിന്നെ വെട്ടി കണ്ടിച്ച് ഞാൻ കഷ്ണമാക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് പാലപ്പം ഉണ്ണി വീട്ടിൽ പോയി. അന്ന് അവൻ കിടന്നുറങ്ങി. രാവിലെ അവൻ എഴുന്നേറ്റ് വേഗം തൊഴുത്തിനടുത്ത് പോയി നോക്കിയപ്പോൾ ദാ ഒരു ചെറിയ ചെടി കിളിച്ച് നിൽക്കുന്നു. പാലപ്പച്ചെടി തന്നെ. അവൻ ഉറപ്പിച്ചു. അവൻ വേഗം പേനാക്കത്തി എടുത്തുകൊണ്ട് വന്ന് ചെടിയോട് പറഞ്ഞു, ദേ നാളെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉണ്ടല്ലോ നീ ഒരു മരമായിട്ട് നിന്നോണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കണ്ടിച്ച് കഷ്ണമാക്കുമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഉണ്ണിക്കുട്ടൻ ചെന്ന് നോക്കിയപ്പോൾ ഉണ്ട് തൊഴുത്തിനടുത്ത് ഒരു വലിയ മരം. അവൻ മരത്തിനോട് പറഞ്ഞു, ദേ നാളെ രാവിലെ നീ പൂത്ത് നിന്നില്ലെങ്കിലുണ്ടല്ലോ നിന്നെ ഞാൻ ശരിപ്പെടുത്തും എന്ന് പറഞ്ഞു. പേനാക്കത്തി കാണിച്ചോണ്ടേ പറയുന്നത്. മരം പേടിച്ചു പോയി. അടുത്ത ദിവസം രാവിലെ അവൻ വന്ന് നോക്കിയപ്പം മരത്തിൽ നിറയെ നല്ല ഭംഗിയുള്ള വെളുത്ത പൂക്കൾ നിൽക്കുന്നു. അപ്പം പോക്കറ്റിൽ നിന്ന് കത്തി എടുത്തിട്ട് പൂക്കളെ നോക്കി പറഞ്ഞു, നാളെ രാവിലെ ഞാൻ വരുമ്പോഴേ ഇവിടെ നല്ല പാലപ്പം ഉണ്ടായി നിന്നില്ലെങ്കിലുണ്ടല്ലോ ശരിപ്പെടുത്തിക്കളയും ഞാൻ എന്ന് പറഞ്ഞു. പൂക്കൾ പേടിച്ചു പോയി. അടുത്ത ദിവസം അവൻ രാവിലെ നോക്കിയപ്പോൾ ഉണ്ട് മരം നിറയെ പാലപ്പം. എല്ലാവർക്കും ഭയങ്കര അത്ഭുതമായി. ഒരു മരം നിറയെ പാലപ്പം നിൽക്കുന്ന കണ്ടിട്ട്. നല്ല വെളുത്ത തുടുത്ത നല്ല ഫ്രില്ല് പോലെ അരികൊക്കെയുള്ള നല്ല പാലപ്പം. ഉണ്ണിക്കുട്ടൻ വയറ് നിറയെ പാലപ്പം തിന്നു. അച്ഛനും അമ്മയ്ക്കും കൊടുത്തു, അയൽപക്കക്കാർക്ക് കൊടുത്തു. അപ്പോൾ ഇതൊക്കെ കേട്ട് എല്ലാവരും മരം കാണാൻ വരാൻ തുടങ്ങി. എല്ലാവർക്കും അവൻ പാലപ്പം കൊടുത്തു. അങ്ങനെ എല്ലാവരും അവനെ പാലപ്പം ഉണ്ണി എന്ന് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഉണ്ണിക്കുട്ടന് സുഖമായി. രാവിലെ ഉച്ചയ്ക്കും വൈകിട്ടും എല്ലാം മരത്തിൽ കയറിയിരിക്കുക, പാലപ്പം തിന്നുക. പാലപ്പം തിന്ന് അവൻ നല്ല ഉരുണ്ട് തടിച്ച് ഒരു തക്കടി മുണ്ടനായി. അങ്ങനെ ഇരിക്കുക ഒരു ദിവസം പാലപ്പം ഉണ്ണി മരത്തിന് മേളിലിരുന്ന് പാലപ്പം തിന്നായിരുന്നു. ആരുമില്ല അടുത്തെങ്ങും. എല്ലാവരും പാലപ്പമൊക്കെ തിന്ന് പോയി കഴിഞ്ഞു. ഉച്ച കഴിഞ്ഞ സമയമായിരുന്നു. എല്ലാവരും ഉച്ച ഉറക്കമാണ്. അമ്മയും അച്ഛനും ഒക്കെ വീടിനകത്താണ്. ഉണ്ണി മാത്രം മരത്തിന് മേളിലിരുന്ന് പാലപ്പം തിന്നുക. അപ്പോൾ താഴെ കൂടെ ആര് പോയെന്നറിയോ? ഒരു രാക്ഷസിയുടെ വേഷത്തിലൊന്നുമല്ല പോയത്. അവരൊരു അമ്മൂമ്മയുടെ വേഷം ധരിച്ച്
മരത്തിന് താഴെ കൂടെ നടന്നു പോവായിരുന്നു. തിന്നാൻ എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കി. രാക്ഷസിക്ക് എന്ത് വേണം തിന്നാൻ? മനുഷ്യനെ വേണം. അപ്പോൾ മനുഷ്യൻ്റെ മണം വന്നു. രാക്ഷസി മേലേക്ക് നോക്കിയപ്പോൾ ഉണ്ട് മരത്തിൻ്റെ മേളിൽ നല്ല തുടുത്ത ഒരു സുന്ദരൻ കുട്ടിയിരിക്കുന്നു. രാക്ഷസി താഴെ നിന്നിട്ട് അവനോട് പറഞ്ഞു, മോനെ, അമ്മുമ്മയ്ക്ക് 2 അപ്പം തരാമോ? അപ്പോൾ അവൻ പറഞ്ഞു, അതിനെന്താ അമ്മുമ്മേ എന്ന് പറഞ്ഞിട്ട് അവൻ മരത്തിൽ നിന്ന് 2 അപ്പം പറിച്ച് താഴേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അമ്മുമ്മ പറഞ്ഞു, അയ്യോ മോനെ, ഇത് ചാണകക്കുഴി വീണു പോയല്ലോ, എനിക്ക് 2 അപ്പം കൊടുത്ത് തരാമോ? അപ്പോൾ അവൻ പറഞ്ഞു, അതിനെന്താ അമ്മുമ്മേ, താഴേക്ക് ഇട്ട് കൊടുത്തു. അപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ മോനെ, ഇത് മണ്ണിൽ വീണു പോയല്ലോ, ഒരു കാര്യം ചെയ്യ്, നീ അവിടെ നിന്ന് എറിഞ്ഞു തന്നാലേ ഇതൊക്കെ താഴെ പോകും, നീ ഇങ്ങനെ താഴെ കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. അപ്പോൾ പാലപ്പുണ്ണി 2-3 അപ്പം പറിച്ച് താഴേക്ക് ഇറങ്ങി വന്ന് അമ്മുമ്മയ്ക്ക് വെച്ച് നീട്ടിയതും അവരവനെ പിടിച്ച് വലിച്ച് താഴെ ഇറക്കി ഒരു ചാക്കിനകത്ത് വെച്ച് കെട്ടി തലയിൽ വെച്ച് ഒറ്റ പോക്കങ്ങ് പോയി. ഉണ്ണി ചാക്കിനകത്തിരുന്ന് അനങ്ങാനും തിരിയാനും മറിയാനും ഒക്കെ തുടങ്ങി. അപ്പോൾ അമ്മമ്മ പറഞ്ഞു, മിണ്ടാതിരുന്നോണം, അതിനകത്ത് അടങ്ങിയിരുന്നോണം, അല്ല നിന്നെ ഞാൻ ശരിപ്പെടുത്തി കളയെന്ന് പറഞ്ഞു. അങ്ങനെ ഈ രാക്ഷസി ഈ ചാക്കും തലയെ വെച്ച് നടന്ന് കുറേ ദൂരം ചെന്നപ്പോൾ ഒരു കുളം കണ്ടു. അപ്പോൾ അവർ വിചാരിച്ചു, ഒന്ന് കുളിച്ചിട്ട് പോയി കളയാം, ചെന്നാൽ ഉടനെ കഴിക്കാനുള്ളതല്ലേ ഇവനെ. ചാക്ക് കുളത്തിൻ്റെ കരയിൽ വെച്ചിട്ട് രാക്ഷസി കുളിക്കാനിറങ്ങി. വലിയ കുളമായിരുന്നു. രാക്ഷസി കുളിക്കാനിറങ്ങിയ സമയത്ത് പാലപ്പുണ്ണി എന്ത് ചെയ്തു? പോക്കറ്റിൽ നിന്ന് പേനാക്കത്തി എടുത്തിട്ട് ചാക്കിൻ്റെ കെട്ട് പതുക്കെ മുറിച്ചിട്ട് അവൻ പുറത്തിയാടി. കുളത്തിൻ്റെ കരയിൽ കുറേ പായലും അഴുക്കും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വാരിയെടുത്ത് ചാക്കിനകത്ത് വെച്ച് പിന്നെയും കെട്ടിയിട്ട് അവനൊറ്റ ഓട്ടം വെച്ച് കൊടുത്തു. രാക്ഷസി കുളിച്ച് കയറിയിട്ട് പിന്നെയും ചാക്കെടുത്ത് തലയിൽ വെച്ച് നടക്കാൻ തുടങ്ങി. അപ്പോൾ ചാക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒലിക്കുന്നു. പായലില്ലേ, പായലിന് വെള്ളം ഒലിക്കത്തില്ലേ? അപ്പോൾ അവർ ചോദിച്ചു, എടാ അഹങ്കാരി, നീ മേളിൽ ഇരുന്ന് മൂത്രം ഒഴിക്കുവാണോ എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ചാക്കെടുത്ത് താഴെ വെച്ച് തുറന്ന് നോക്കിയപ്പോൾ ചാക്കിനകത്ത് പാലപ്പുണ്ണിയില്ല. രാക്ഷസിക്ക് ദേഷ്യം വന്നു. രാക്ഷസി പെട്ടെന്ന് തിരിഞ്ഞോടാൻ തുടങ്ങി. രാക്ഷസിക്ക് നല്ല സ്പീഡായിരുന്നു ഓടാൻ, പാലപ്പുണ്ണിക്ക് അത്ര സ്പീഡില്ല. രാക്ഷസി പാഞ്ഞു വന്ന് പാലപ്പുണ്ണിയെ പിന്നെയും പിടിച്ചു. എന്നിട്ട് ചാക്കിനകത്ത് വെച്ച് കെട്ടി എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി. രാക്ഷസിയുടെ വലിയൊരു വീടായിരുന്നു, ഒരു ഓടിട്ട വലിയ ഒരു മാളിക വീട്. ആ വീടിനകത്ത് കൊണ്ടുവന്നിട്ട് രാക്ഷസിയുടെ മോളെ വിളിച്ചിട്ട് പറഞ്ഞു, എടി ദാ, ഞാൻ നല്ല ഉരുണ്ട് തുടുത്ത ഒരു ചെറുക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്, ഇവനെ നീ കൊന്ന് കറി വെച്ചിട്ട് ഇവൻ്റെ ചോരയുണ്ടല്ലോ, 1 കിണ്ടി ചോര എനിക്ക് മുഖം കഴുകാനും 1 കിണ്ടി ചോര എനിക്ക് കാല് കഴുകാനും വെച്ചേക്കണം കേട്ടോ. ഞാൻ ഒന്ന് നന്നായിട്ട് കുളിക്കട്ടെ, എൻ്റെ ദേഹത്തൊക്കെ പായലിൽ നിന്ന് വെള്ളം വീണു, അത് മാത്രമല്ല എനിക്ക് ഉറക്കവും വരുന്നുണ്ട്, കുറേ ഓടിയതാണ്, അതുകൊണ്ട് ഞാനൊന്ന് റെസ്റ്റ് എടുത്തിട്ട് വരുമ്പോഴത്തേക്ക് നീ കറി വെച്ച് റെഡി ആയിരിക്കണമെന്ന് പറഞ്ഞു. എന്നിട്ട് രാക്ഷസി മേലേക്ക് പോയി. രാക്ഷസിയുടെ മോളാണെങ്കിൽ നോക്കിയപ്പം നല്ല സുന്ദരനൊരു കുട്ടി. അപ്പോൾ അവൾ പറഞ്ഞു, ഞാൻ മസാലയൊക്കെ റെഡിയാക്കാം, എന്നിട്ട് നിന്നെ പിന്നെ കൊല്ലത്തുള്ളൂ, നമുക്ക് അതുവരെ ഇത്തിരി നേരം ഇവിടെയൊക്കെ ഓടിക്കളിക്കാം, എനിക്ക് കളിക്കാൻ ആരും കൂട്ടില്ലാതെ ഞാൻ വിഷമിച്ചിരിക്കുകയായിരുന്നു, അതുകൊണ്ട് നമുക്ക് ഇത്തിരി നേരം കളിക്കാം എന്ന് പറഞ്ഞു. അപ്പം പാലപ്പുണ്ണി സമ്മതിച്ചു, അവന് സന്തോഷമായി. അവൻ പറഞ്ഞു, അതിനെന്താ, നമുക്ക് കളിക്കാം, നീ മസാലയൊക്കെ റെഡിയാക്കി വെച്ചോ എന്ന് പറഞ്ഞിട്ട് രാക്ഷസിയുടെ മോളും പാലപ്പുണ്ണിയും കൂടെ ഉള്ളിയൊക്കെ അരിഞ്ഞ് മസാലയൊക്കെ റെഡിയാക്കി. അപ്പോഴത്തേക്ക് രണ്ടുപേരുടെ വലിയ കൂട്ടായി. കളിക്കാനൊക്കെ തുടങ്ങിയ പാലപ്പുണ്ണി ചോദിച്ചു, ഞാൻ കുറേ നേരം കൊണ്ട് ശ്രദ്ധിക്കുന്നു, നീ എന്തിനാ എപ്പോഴും ഈ തല ചൊറിയുന്നേ? അപ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ തല നിറയെ പേൻ കടിച്ചിട്ട് എനിക്ക് ഒരു രക്ഷയില്ല, ഭയങ്കര ചൊറിച്ചില്ലാന്ന് പറഞ്ഞു. അപ്പോൾ പാലപ്പുണ്ണി പറഞ്ഞു, അതിനെന്താ, നീ ഇവിടെ കിടന്നു, ഞാൻ തല നോക്കിത്തരാം, നോക്കി പേനെല്ലാം ഞാൻ കൊന്നു തരാം, തല നോക്കുമ്പോൾ നല്ല സുഖം കിട്ടുമെന്ന് പറഞ്ഞു. രാക്ഷസിയുടെ മോള് അവിടെ കിടന്നു. പാലപ്പുണ്ണി പതുക്കെ തല നോക്കാൻ തുടങ്ങി. ഓരോ മുടിയായിട്ട് എടുത്ത് നോക്കിയപ്പോൾ തല നിറയെ ഓരോ പേനയായിട്ട് പെറുക്കി പാലപ്പുണ്ണി കൊല്ലാൻ തുടങ്ങി. അപ്പം നല്ല സുഖം. അവൾ പതുക്കെ കിടന്നങ്ങ് ഉറങ്ങിക്കളഞ്ഞു. അവൾ ഉറങ്ങിയെന്ന് മനസ്സിലായപ്പം പാലപ്പുണ്ണി പതുക്കെ എഴുന്നേറ്റ് അടുക്കളയിൽ പോയൊരു കത്തി എടുത്തുകൊണ്ട് വന്ന് അവളെ അങ്ങ് കൊന്നു കളഞ്ഞു. കൊന്നിട്ട് 1 കിണ്ടി ചോരയെടുത്ത് കാല് കഴുകാനും വെച്ചു, 1 കിണ്ടി ചോരയെടുത്ത് മുഖം കഴുകാനും വെച്ചു. എന്നിട്ട് ആ മസാല ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൽ ഇവളെ ഇട്ട് കറിയും വെച്ചിട്ട് പാലപ്പുണ്ണി എന്ത് ചെയ്തു? ഓടി രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല. രാക്ഷസിയുടെ വീടിൻ്റെ വാതിലിനെ ഭയങ്കര പൊക്കത്തിലാണ് പൂട്ടിരിക്കുന്നത്. അത്രയും വലിയ പൂട്ട് തുറന്നിട്ട് പാലപ്പുണ്ണിക്ക് തുറന്നു പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് പാലപ്പുണ്ണി തട്ടും പുറത്ത് കയറിയിരുന്നു, വീടിൻ്റെ തട്ടും പുറത്ത്.
രാക്ഷസി ഉറക്കമൊക്കെ ഉണർന്നപ്പോൾ നല്ല മണം വരുന്നു. വേഗം കറി കൂട്ടി ഉണ്ട് കളയാമെന്ന് വിചാരിച്ച് രാക്ഷസി താഴെ വന്ന് മോളെ അവിടെ അങ്ങ് നോക്കിയിട്ട് കണ്ടില്ല. എന്തായാലും പാലപ്പൂണ്ണി ഓടിപ്പോത്തില്ലെന്ന് നമുക്കറിയാം. അപ്പോൾ രാക്ഷസി എന്ത് ചെയ്തു, നല്ല മണം വരുന്നല്ലോ, ചോറുണ്ട് കളയാം എന്ന് വിചാരിച്ചിട്ട് വേഗം കിണ്ടിയിലെ ചോരയെടുത്ത് മുഖം കഴുകി, വേറെ കിണ്ടിയിലെ ചോരയെടുത്ത് കാല് കഴുകി, എന്നിട്ട് ചോറുണ്ണാനിരുന്നു. നല്ല കറി കൂട്ടി ചോറുണ്ണുക. പാലപ്പൂണിക്ക് മേളിൽ ഇരുന്നിട്ട് സഹിച്ചില്ല, ചിരി വന്നിട്ട് സഹിച്ചില്ല. അവൻ ഉറക്കെ ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, മുള തിന്നുന്നേ എന്ന് പറഞ്ഞ് ചിരിച്ചു. രാക്ഷസി ഇത് കേട്ടു. രാക്ഷസിക്ക് മനസ്സിലായി പാലപ്പൂണ്ണി ചത്തിട്ടില്ല, ഇത് സ്വന്തം മോളെയാ കറി വെച്ച് തിന്നുകൊണ്ടിരിക്കുന്നതെന്ന്. രാക്ഷസി വേഗം ചാടി എണീറ്റ് തട്ടുംപുറത്തോട്ടോടി. പാലപ്പൂണ്ണി എന്ത് ചെയ്തു, അവിടെ ഇരുന്ന് ഓടിളക്കിയിട്ട് ഓടിന് മേലെ പോയി നിന്നു. രാക്ഷസി വേഗം മേലെ ചെന്ന് പാലപ്പൂണ്ണി ചാടിയ ദ്വാരത്തിൽ കൂടെ രാക്ഷസിയും ചാടി പുറത്തിറങ്ങി. അപ്പോൾ പാലപ്പൂണ്ണി എന്ത് ചെയ്തു, പാലപ്പൂണ്ണി ഇപ്പോൾ വീടിൻ്റെ മേളിലാണ് നിൽക്കുന്നത്. അവൻ അവിടെ ഒരു വലിയ മാവുണ്ടായിരുന്നു. മാവേലേക്ക് ഒറ്റച്ചാട്ടം ചാടി. അപ്പോൾ രാക്ഷസിയും ചാടി മാവേ കയറി. അപ്പോൾ പാലപ്പൂണ്ണി അവിടെ നിന്നൊരു തെങ്ങുണ്ടായിരുന്നു. ആ തെങ്ങയിലോട്ട് ഒറ്റച്ചാട്ടം വെച്ചു കൊടുത്തു. അപ്പോൾ രാക്ഷസിയും തെങ്ങയിലോട്ട് ചാടി. അപ്പോൾ പാലപ്പൂണ്ണി എന്ത് ചെയ്തു, അവിടെ ഒരു പ്ലാവ് നിൽപ്പുണ്ടായിരുന്നു. ആ പ്ലാവയിലേക്ക് ഒറ്റച്ചാട്ടം വെച്ചു കൊടുത്തു. അപ്പോൾ രാക്ഷസിയും പ്ലാവയിലേക്ക് ചാടി ചെന്നു. പ്ലാവിൽ നിറയെ ചക്ക ഉണ്ടായിരുന്നു കേട്ടോ. പാലപ്പൂണ്ണി എന്ത് ചെയ്യുന്നറിയാമോ, ഇലകൾക്കിടെ മറഞ്ഞിരുന്നുകൊണ്ട് പേനാക്കത്തി എടുത്ത് ഒരു ചക്ക മുറിച്ചു. അപ്പോൾ ചക്ക താഴെ ഒരു കിണറുണ്ടായിരുന്നു. കിണറ്റിലേക്ക് ബ്ലുംന്ന് ഭയങ്കര ശബ്ദത്തോടെ വീണു. ചക്ക വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ രാക്ഷസി എന്ത് വിചാരിച്ചു, അവൻ കിണറ്റി ചാടിയെന്ന് വിചാരിച്ചു. രാക്ഷസിയും പുറകെ കിണറ്റി ചാടി. വലിയ കിണറായിരുന്നു, നല്ല ആഴമുള്ള കിണർ. ആ കിണറ്റിൽ വീണ് രാക്ഷസി ചത്തുപോയി. പാലപ്പൂണ്ണി പ്ലാവിൽ നിന്നിറങ്ങി വീട്ടിൽ പോയി. എന്നിട്ട് അച്ഛൻ്റെ അമ്മയുടെയും കൂടെ പാലപ്പമൊക്കെ തിന്ന് സന്തോഷമായിട്ട് ജീവിച്ചു. ഇഷ്ടമായോ കഥ? അടുത്ത കഥയുമായിട്ട് അടുത്ത ദിവസം വരാം.